നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജൂലൈ മാസം 19-ാം തീയതി 1200-ാം ആണ്ട് കർക്കിടക മാസം 3-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി പൊതുവെ ശുഭനക്ഷത്രമല്ല, ശുഭകാര്യങ്ങൾക്കെടുക്കുന്ന നക്ഷത്രങ്ങളിൽ പെടുന്നതല്ല ഭരണി. ഇന്ന് ശുഭ ദിനവുമല്ല, ഇന്നത്തെ ദിവസവും ശുഭമല്ല, ശനിയാഴ്ച. അപ്പോൾ ഈ പൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ദിവസം അല്ല. മറ്റ് പല ദിവസങ്ങളും 50-50 ആണ്. കാരണം ദിവസം കൊള്ളൂല്ലെങ്കിൽ നക്ഷത്രം കൊള്ളായിരിക്കും, അല്ലെങ്കിൽ നക്ഷത്രം കൊള്ളായിരിക്കും, ദിവസം നല്ലതല്ലായിരിക്കും, എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവാം. ഇന്ന് അങ്ങനെ രണ്ട് കൊള്ളൂല, നാളും കൊള്ളൂല, ദിവസവും കൊള്ളൂല. അപ്പോൾ ഇന്ന് ശുഭകാര്യങ്ങൾക്ക് ഒന്നിനും ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള കർക്കിടക മാസത്തിലെ ഭരണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരും. ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവാം, മനസ്വസ്ഥത കുറയും, സാമ്പത്തിക നഷ്ടം വരും, ശത്രുഭയം കൂടും, അതുപോലെ നിങ്ങളെ എല്ലാ കാര്യങ്ങൾക്ക് ഇഴച്ചിൽ വരും. അതുകൊണ്ട് ഈ സമയത്തെ വളരെ ശ്രദ്ധിച്ചു കൊണ്ടുപോകണം. പ്രധാനമായിട്ട് നമുക്ക് ശനീശ്വരനെ പ്രീതിപ്പെടുത്തി പോവുകയാണ്. ശാസ്താവിന് ശനിയാഴ്ച നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതം നോക്കണം, സൂര്യഭഗവാനെ തൊഴണം, ശനീശ്വര യന്ത്രം ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ത്യാഗരക്ഷ ധരിക്കണം. ഒക്കെ ചെയ്തു പോകുമ്പോൾ ദോഷത്തിൻ്റെ ശക്തി ക്ഷയിക്കും. അതുപോലെ ഇന്നും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുക. യാത്രയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ് രാഹുകാല സമയം നോക്കി യാത്ര തിരിയുക. രാഹുകാലം കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവായിട്ട് 9 തൊട്ട് 10:30 മണി വരെ എന്ന് ഇട്ടിട്ടുണ്ട്. 9:23 രാഹുകാലം തുടങ്ങുകയുള്ളൂ. 10:57 വരെ രാഹുകാല സമയമുണ്ട്. അതേപോലെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഗുളികകാല സമയം വരുന്നത് 6:15 തൊട്ട് 7:49 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 2:05 തൊട്ട് 3:38 വരെയും. ഇത് പകൽ സമയമാണ്. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതേപോലെ തന്നെ നമുക്കിന്ന് ഒട്ടും കൊള്ളൂല എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. 12:07 തൊട്ട് 12:55 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾ വേണോ ചെയ്യാം എന്ന് വിധിയുള്ളത് കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തേ തീരുള്ളൂ എങ്കിൽ ഇതിന് 4 മിനിറ്റ് ഒഴിച്ച് ശരിക്കും 48 മിനിറ്റ് ഉള്ളത് 44 മിനിറ്റും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. നീല വസ്ത്രമോ അല്ലെങ്കിൽ കറുത്ത വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. കടും നീലയായിട്ടും കറുപ്പായിട്ടും പോകണമെന്നല്ല, വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കരുതുക. കാരണം പ്രപഞ്ചത്തിൽ നിന്ന് ശനിയുടെ പോസിറ്റീവ് എനർജി വലിച്ചെടുത്ത് നമ്മളിലേക്ക് ആ നെഗറ്റീവിനെ പുറന്തള്ളാൻ സഹായിക്കും. ഇന്നത്തെ ദിവസം ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.